ചിത്രം. മരം ഒരു വരം. രാമൻകുട്ടി ഒരു കൃഷിക്കാരനായിരുന്നു. രാമൻകുട്ടി സ്വന്തം മക്കളെക്കാളേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് വഴിയരികിൽ രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. ഒരു ജാതി മരം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. രാമൻകുട്ടി പിന്നെ ഒട്ടും ആലോചിച്ചില്ല. മരങ്ങൾക്ക് ഫാക്ടംബോസ് 2020 സെപ്റ്റംബർ 16 നൽകി. മരങ്ങൾ തഴച്ചുളർന്നു. രാമൻകുട്ടിക്ക് സന്തോഷമായി. രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. രാമൻകുട്ടി ദൈവത്തിനോടായി പ്രാർത്ഥിച്ചു, നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ, ഞാൻ മരങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി. പെട്ടെന്നാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. രാഘവൻ വരുന്നു. മരം മുറിക്കൽ ഹോബിയാക്കിയ, അതിൽ ഒരു ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ? മരം മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ? അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. വാക്കേറ്റം പിന്നീട് അടിയിൽ കലാശിച്ചു. രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി. ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് കോപത്തോടെ രാഘവനോടായി അലറി, എന്നെ ഒന്നും ചെയ്യലേ. ഇത് കേട്ട് മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അടുത്ത് വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിയാക്കി മരത്തിലൊട്ടിച്ചു. ഇന്നത്തെ പണി കഴിഞ്ഞു. രാഘവൻ സംതൃപ്തിയോട് മടങ്ങി. തനിക്ക് തല്ലുകൊണ്ടാലും മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു. മരം ഒരു വരമാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ മരത്തെ പോലും വെറുതെ വിടില്ല. മരം ഒരു വരമാണ്. മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിന്റെ തനിക്കുണം